പത്തനംതിട്ടയിലെ പോളിംഗിന്റെ വിശദാംശങ്ങൾ നൽകാൻ നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, പത്തനംതിട്ടയിൽ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? എത്രത്തോളം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ? നൗഫൽ, ഇതുവരെ ഏതാണ്ട് 26% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത്രയും വോട്ടിംഗ് വരാറില്ല. എന്നാൽ ഇത്തവണ വളരെ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഗരസഭ അല്ലെങ്കിൽ ഗ്രാമമേഖല എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ മേഖലകളിലും സമഗ്രമായി കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു തിരക്ക് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറച്ച് പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന ജില്ലകളിൽ ഒന്നുകൂടിയാണ് പത്തനംതിട്ട. എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി. പത്തനംതിട്ടയിൽ ഇതുവരെ ആകെയുള്ള 10,62,756 വോട്ടുള്ളതിൽ ഏതാണ്ട് 2,25,525 വോട്ടുകൾ ഇതുവരെ പോൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് മികച്ച രീതിയിലുള്ള വോട്ടിംഗ് ശതമാനമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് അധികമുള്ളത്. സ്ത്രീ വോട്ടർമാരാണ്. നമ്മൾ ഈ വോട്ടിങ്ങിൻ്റെ ഈ ഒരു ക്യൂവും ഒക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാവും, സ്ത്രീകളാണ് അധികവും വരി നിൽക്കുന്നത്. സ്ത്രീകളുടെ വരിയിലാണ് നീണ്ട നിര കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ ഇലക്ഷനിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിനോട് മികച്ച രീതിയിൽ പ്രതികരിക്കുന്ന സ്ത്രീ വോട്ടർമാരാണെന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വളരെ മികച്ച രീതിയിലാണ് പോളിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് നഗരസഭകളിലെ വോട്ടിംഗ് ഒന്ന് പരിശോധിക്കേണ്ടി വരും, പോളിംഗ് ഒന്ന് പരിശോധിക്കേണ്ടി വരും. അടൂർ നഗരസഭയിൽ ഇതുവരെ 20% വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പത്തനംതിട്ട നഗരസഭയിലും 20%-ലധികം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവല്ലയിൽ 19%. നമുക്കറിയാം, തിരുവല്ല നഗരസഭയിൽ സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലായി ജനങ്ങൾ പോളിംഗിനായി എത്താറുള്ളത്. പ്രവാസികൾ ഏറ്റവും അധികമുള്ള നഗരസഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം സാധാരണ താരതമ്യേന കുറവാണ്. വോട്ടേഴ്സിലുള്ള പലരും വിദേശത്ത് ജോലിക്കായി പോയിട്ടിരിക്കുന്നതിനാൽ അവർക്കെല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുള്ള ഒരു നഗരസഭ കൂടിയാണ് തിരുവല്ല നഗരസഭ. പന്തളം നഗരസഭയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നഗരസഭയാണ്. BJP കഴിഞ്ഞ തവണ അപ്രതീക്ഷിത വിജയം നേടിയ നഗരസഭയാണ്. ഇത്തവണ നഗരസഭ തിരിച്ചുപിടിക്കും, BJPയിൽ നിന്ന് നഗരസഭ തിരിച്ചുപിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് വലത് മുന്നണികൾ. 22% പന്തളം നഗരസഭയിലെ പോളിംഗ് ശതമാനം. ഏതായാലും വളരെ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് നിലവിൽ നടക്കുന്നത്. പത്തനംതിട്ട നഗരത്തിലും അതോടൊപ്പം ചുറ്റുപഞ്ചായത്തിന് സമീപത്തിലെ പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനമാണ് നിലവിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ജില്ലയിലെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. രാവിലെ അടൂരിലായിരുന്നു അടൂർ പ്രകാശ് MP-യുടെ വോട്ട്. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് കുമ്പഴ LPS-ൽ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ നമ്മളുള്ളത് പത്തനംതിട്ട നഗരസഭയുടെ ഭാഗമായ വെട്ടിപ്പുറം LPS-ലെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള സ്ത്രീ നന്ദുഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലും മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.